ബിഗ് ബോസ് മലയാളം സീസൺ 7 നിലപാട്. എൻ്റെ പൊന്നോ, ഇതുപോലൊരു നിലപാട് ഞാൻ ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പറഞ്ഞ വാക്കില് ആ എപ്പിസോഡ് തീരുന്നത് വരെ ഉറച്ചു നിന്നിട്ടുള്ളൊരു വ്യക്തി. ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന സമയം അത്രയും ദേഷ്യത്തോടാണ് ലാലേട്ടൻ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യം അത് സത്യം പറഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ബി ടീം ഒരു ക്രിയേഷൻ നടത്തിയതാണ്. അത്രയും ദേഷ്യത്തോടു കൂടി വന്ന് സംസാരിക്കുമ്പോൾ അനുമോൾ അത് മാറ്റി പറയുമെന്നാണ് ബി ടീം വിചാരിച്ചത്. പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഉരുക്ക് വനിത എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ തന്നെ വിളിക്കണം. അത്രയും ദേഷ്യപ്പെട്ടിട്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടന് ഒരാളെടുത്ത് നാണമുണ്ടോ എന്ന് പോലും ചോദിക്കുന്നത്. അത്രയും ദേഷ്യപ്പെട്ടൊരു വേറൊരു രീതിയിലാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അത്രയും ദേഷ്യം കാണിച്ചിട്ട് പോലും അനുമോള്, എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഒറ്റ എപ്പിസോഡിലൂടെ മനസ്സിലാക്കിക്കോ അനുമോൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന്. അനുമോള് വീക്കാണ്, അനുമോള് കരഞ്ഞു മെഴുകലാണ്, അനുമോള് ഫേക്കാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ടിട്ട് വിലയിരുത്താം. അനുമോള് ജെനുവിനാണ്, ഒറിജിനലാണ്, ഫേക്കല്ല, ഡബിൾ സ്ട്രോങ് ആണെന്ന് ഇന്നലെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അനുമോൾ സ്ട്രോങ് അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോൾ പോയേനെ. പറഞ്ഞ വാക്കിൽ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു. അവിടെ ആ ഒരു സംഭവം കഴിഞ്ഞ് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കിന് പോയി കഴിഞ്ഞ സമയത്ത് ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ആരും ചെന്ന് അനുമോളെടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു വിഷയം നീ കാണാത്ത കാര്യം നീ എന്തിന് കണ്ടു എന്ന് പറഞ്ഞു, നിനക്ക് ഇനിയെങ്കിലും അക്സെപ്റ്റ് ചെയ്തൂടെ, തെറ്റാന്ന് നിനക്ക് സമ്മതിച്ചൂടെ. അപ്പം വരെയും അനുമോൾ പറയുകയാണ്, ഞാൻ കണ്ടു. ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അനുമോൾ കള്ളം പറയുമല്ല, അവിടെ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ബി ടീം ഇതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അനുമോളെ വന്നിട്ട് ഇത് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെളിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ. അത് ഈ ഷോയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. ബിഗ് ബോസ് ടീമിനെയോ ലാലേട്ടനെയോ ഇത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ടീമിനെയും ലാലേട്ടനെയും ഇത് ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, ഇങ്ങനൊരു സംഭവം ഉള്ളതാണെന്ന് ആ ടീം പറയുവാണെങ്കിൽ, ലാലേട്ടനോ ബിഗ് ബോസോ പറയുവാണെങ്കിൽ ആ ഷോയ്ക്കെതിരെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് പോവും, ഒരുപാട് പരാതികൾ പോവും. അപ്പം ആ ഒരു ഷോ നിലനിൽക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഇതിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അനുമോളെ ഒന്ന് ഫയർ ചെയ്യുക, ആ ഒരു വിഷയം അവിടെ തീർക്കുക. ഇപ്പം ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അവിടെ എന്തുകൊണ്ട് ഈ ഇത്രയും വലിയൊരു അലിഗേഷൻ അനുമോൾ പറഞ്ഞിട്ട് അനുമോളെ കൊണ്ടൊരു സോറി പോലും ആ ആരിനടുത്തോ അല്ലെങ്കിൽ ജിസേലിനടുത്തോ ജനങ്ങളെടുത്തോ പറയിപ്പിച്ചില്ല. അത് നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആൾക്കാരും തുണി കഴുകി കൊടുക്കുക എന്നുള്ളൊരു ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു പ്രസ്താവന അലിഗേഷൻ കൊണ്ടുവന്നത് അനുമോളാണ്. ഓക്കെ, ശരി, മറ്റുള്ള ആൾക്കാരും പറഞ്ഞു തന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നെങ്കിൽ ആ ആൾക്കാർക്കും അനുമോൾക്കുമാണ് ശിക്ഷ കൊടുക്കേണ്ടത്. ഇതിന് ഇരയായെന്ന് പറയുന്നത് ജിസേലും ആര്യനുമാണ്. ഇവർക്ക് എന്തിനു ശിക്ഷ കൊടുത്തു? ഈ അനുമോള് പറഞ്ഞിട്ടുള്ളത് പച്ചക്കള്ളമാണെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, അങ്ങനെ ഒരു സാധനം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഷോയെ ബാധിക്കും എന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനം വെളിയിലോട്ട് അവർ പറയാഞ്ഞതും കാണിക്കാഞ്ഞതും അനുമോളെ ഫയർ ചെയ്ത് അവിടെ നിർത്തിയിരുന്നത്. പിന്നെ ബിഗ് ബോസിന്റെ ഒരു ഗെയിം ഇതിനകത്തുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കൊണ്ട് മറ്റുള്ള ആൾക്കാർ അനുമോക്കെതിരെ അവിടെ ഗെയിം കളിക്കാനും അതുപോലെ കോണ്ടന്റ് കൊടുക്കാനും ഉള്ളൊരു ഇതുണ്ടല്ലോ, ബിഗ് ബോസിന് ഒരു പ്ലാൻ ഉണ്ടല്ലോ. ആ ഒരു പ്ലാനും കൂടാണ് ബിഗ് ബോസ് ഇവിടെ എടുത്തിരുന്നത്. ഇവിടെ നേരെ അനുമോളെ വന്ന് പ്രശംസിക്കുവാണെങ്കിൽ പിന്നെ ഈ ഒരു ഗെയിം അവിടെ കഴിഞ്ഞു. ഈ ഒരു മുമ്പോട്ട് പോകണമല്ലോ, കോണ്ടന്റ് മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അനുമോൾ അവിടെ ഫയർ ചെയ്ത് മറ്റുള്ളവരെ അവിടെ പ്രശംസിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം കൊണ്ട് മുമ്പോട്ട് നാളെ അനുമോക്കെതിരെ മറ്റുള്ളവർ തിരികെയും അപ്പോൾ ഡെയിലി നല്ല കണ്ടന്റ് വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും കൂടെ ബിഗ് ബോസ് ടീമിൻ്റെ അടുത്തുനിന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനുമോള് വലിയൊരു അലിഗേഷനാണ്. ഇപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, വലിയ അലിഗേഷനാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്. കാരണം ലാലേട്ടന് പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ നോക്കണ്ടേ, സംസാരിക്കണ്ടേ, എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴത്തേക്കും അപ്പം നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാം. പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാലോ. ഇപ്പോൾ അങ്ങനെ അത്രയ്ക്കും ഒരു വിഷയം ആണെങ്കിൽ ഈ ഒരു വിഷയം കട്ട് ചെയ്തിട്ട്
എയർ ചെയ്ത് വിട്ടാൽ മതിയായിരുന്നല്ലോ നമുക്ക് ചിന്തിക്കാം. ഇതെന്തിനാണ് ഇത് ജനങ്ങളെ കാണിച്ചത്, അനുമോളെ ഈ വിഷയം അനുമോള് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ പുറപ്പിൻ്റെ അടിയിൽ ഡെമോ കാണിക്കുന്നത്, അതൊക്കെ കാണിക്കേണ്ട കാര്യമില്ലെന്ന് നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും ബിഗ് ബോസിന് ഇതൊരു കണ്ടന്റ് തന്നെയാണ്, ഇതൊരു ഗെയിം തന്നെയാണ്. ബിഗ് ബോസും ഇതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം ആ വീട്ടിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അവർ മാത്രമാണ് ഇതിനകത്ത് ഗെയിം കളിക്കുന്നതെന്നാണ്. പക്ഷെ ഏറ്റവും അവരെക്കാളും ഡബിൾ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. എന്തായാലും ഇന്നലത്തെ ഉരുക്ക് വനിതയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അനുമോളെ സ്റ്റാൻഡ്, പക്ഷെ അനുമോള് 100% ജെന്യൂനാണ്. പുള്ളിക്കാരി കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറയുമായിരുന്നെങ്കിൽ ലാലേട്ടൻ മറ്റേ M1 മറ്റേ അമേരിക്കൻ്റെ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ആ സാധനം M1 കൊണ്ട് അടിച്ചിട്ട് പോലും അനുമോള് ചലിക്കാതെ അവിടെ നിന്ന്. ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പീരങ്കിയോ അല്ലെങ്കിൽ ഒറ്റ ഷോട്ടിൽ തകർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അമേരിക്കൻ്റെ ഏറ്റവും വലിയൊരു വെപ്പണാണ് ആ സാധനം. ആ സാധനം കൊണ്ട് പോലും ലാലേട്ട അടിച്ച് വലിച്ച് കീറി വെച്ചിട്ട് പോലും അനുമോളുണ്ടല്ലോ ഒരു കണ്ണീര് പോലും വന്നില്ല. അതാണ്, ഒരു കണ്ണീര് പോലും. അപ്പം മനസ്സിലാക്കിയോ, ഈ സീസണിലെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻസ് അനുമോള് തന്നെയാണ്. ഇനി അനുമോളെ പിടിച്ച് കെട്ടാൻ പറ്റത്തില്ല. ആ ലെവലിലേക്ക് പോയിരിക്കുമായിരുന്നു. ഇന്നലെ ഒറ്റ ദിവസത്തെ എപ്പിസോഡ് കൊണ്ട് അനുമോളെ നിലപാട് കൊണ്ടിട്ട് അനുമോളെ ഗ്രാഫ് മേലോട്ട് കയറുവാണ്. കാരണം ഇനി പറ്റത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഈ ലാലേട്ടൻ വന്ന് ഇത്രയും ഫയർ ചെയ്യുന്ന സമയത്ത് അനുമോള് നിലപാട് മാറ്റുവാണെങ്കിൽ അവിടെ തീർന്നേനെ. അനുമോളെ ഗ്രാഫ് അവിടെ താഴോട്ട് പോയേനെ. കണ്ട കാര്യം, അത് തല പോയാലും അവിടെ തന്നെ ഉറച്ചു നിന്ന്. അതാണ്, തല പോയാലും നമ്മൾ കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. നേരെ ഇപ്പം അനുമോൾ ഇതെല്ലാം ചിന്തിച്ചിട്ട് അനുമോൾ ഇതെല്ലാം കരുതിയിട്ട് തന്നെയാണ് അവിടെ വന്നിരുന്ന് സംസാരിച്ചത്. ഞാനിവിടെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ ബിഗ് ബോസ് ടീം ലാലേട്ടനും അനുമോളെ പിടിച്ച് പുറത്താക്കും. എന്നാലും കുഴപ്പമില്ല, ഞാൻ കള്ളം പറയില്ല. ജിസേൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ എന്തിനാണ് കള്ളം പറയുന്നത്, നീ കണ്ടു എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോഴും പറയും, ഞാൻ കണ്ട കാര്യം, ഞാൻ അമ്മ സത്യം കണ്ട കാര്യമാണ്, തല പോയാലും ഞാൻ കള്ളം പറയില്ലെന്ന് പറഞ്ഞു. അത് ജയിലിനകത്തിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യമാണ്. അതും ലാലേട്ടൻ ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സത്യം പറഞ്ഞാൽ പാവാട ടീമിനെല്ലാം ഒന്ന് സുഖിപ്പിച്ചു വിട്ടയാണ് കേട്ടോ. ബിഗ് ബോസും ലാലേട്ടനെല്ലാം സുഖിപ്പിച്ചു വിട്ടയാണ്. അതൊരു ഗെയിം പ്ലാൻ തന്നെയാണ്. ബിഗ് ബോസിനെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവർ സുഖിപ്പിച്ചു വിട്ടയാണ്. അപ്പോൾ ജിസേലിനെ നല്ല രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ജിസേൽ എന്ത് മനോഹരമായിട്ടാണ് അവിടെ നിന്നിട്ട് ഈ കാര്യം ഡീൽ ചെയ്തത്, എന്ത് സന്തോഷമായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു എന്നറിയത്തില്ല, ഇന്നലെ ലാലേട്ടൻ വന്ന് ഫയർ ചെയ്യുന്ന സമയത്ത് അവിടെ ജിസേലിനെയും ആര്യനെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല. രണ്ടുപേരും നല്ല രീതിയിൽ പേടിച്ച് ഭയന്നിരിക്കുമായിരുന്നു. ഇവിടെ പേടിക്കേണ്ടത് അനു ആണല്ലോ. അനു അവിടെ ചിരിച്ച് കൂളായിട്ട് നിൽക്കുന്നു. ജിസേലും ആര്യനും അവിടെ അടുത്തിരുന്ന് പേടിച്ചിരിക്കുമായിരുന്നു. നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനർത്ഥം ഇനി ഈ വിഷലെങ്ങാനും കാണിക്കുമോ, ഇവർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഉള്ളയാന്ന്, അനു പറഞ്ഞിട്ടുള്ളത് ഉള്ളയാണെങ്ങനെ വെളിയിൽ വരുമോ എന്നൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നു. എന്തായാലും വേറെ ലെവൽ. ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് അനുവിൻ്റെ ഗ്രാഫ് കുത്തനെ കയറി കേട്ടോ. ഡബിൾ സ്ട്രോങ്. ഇത് അനുവിനെ വീക്കാണ്, അനു കരയുന്ന കുട്ടിയാണ്, തൊട്ടേനും പിടിച്ചതിനെല്ലാം കരയുമാണ്, ഫേക്കാണ്, ഒറിജിനൽ അല്ല എന്ന് പറയുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടിയാണ് ഇന്നലെ അനു കൊടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.